നോക്കൂ, ഇതില് ആർക്കും ഒരു സംശയമില്ല. ആദ്യത്തെ ദിവസം മുതൽ സാധാരണ ഒരു വിശ്വാസിയോട് ചോദിച്ചാൽ, അല്ലെങ്കിൽ സാധാരണ മലയാളിയോട് ചോദിച്ചാൽ, ഈ സർക്കാർ പിണറായി വിജയന്റെ സർക്കാരല്ലേ, ഒരു ഈച്ചയും സർക്കാരിന്റെ അനുവാദം ഇല്ലാണ്ട് ചെയ്യാൻ കഴിയില്ല. ഒരു പേപ്പറും ഫയലും മൂവ് ചെയ്യാൻ പറ്റാത്ത ഒരു ഗവൺമെന്റ് അല്ലേ. എന്നിട്ടാണോ 4.5 കിലോ സ്വർണം ശബരിമലയിൽ നിന്ന് തട്ടിക്കൊണ്ടുവന്നു. അപ്പോ ഇതിന്റെ പിന്നില് ഒരു പൊളിറ്റിക്കൽ ഹാൻഡ് ഉണ്ട്. ഇത് 100% ജനങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ വിശ്വസിക്കുന്നു. അത് ആരാണെന്ന് കണ്ടുപിടിക്കണം, അന്വേഷണം നടക്കണം. SIT ആണോ, സെൻട്രൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ആണോ, അത് ചെയ്യണം. അതുവരെ ഞങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കും, സമരം ചെയ്യും, പ്രതിഷേധിക്കും എന്ന് ഞാൻ അന്നും പറഞ്ഞു, ഇന്നും പറയുന്നു. ഈ പൊളിറ്റിക്കലി ശരിക്കും പറഞ്ഞാൽ കൂടുതൽ ആളുകൾ ഇതിനകത്ത് ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? അല്ല, നോക്കൂ, ഇത് ഒരു സാമാന്യ ബുദ്ധിയായിട്ട് ഒരു സാധാരണ മനുഷ്യൻ ഇങ്ങനെ ഇതിനെ ആലോചിക്കുമ്പോൾ ഇത് പിണറായി വിജയന്റെ സർക്കാരാണ്, CPMന്റെ സർക്കാരാണ്. ഇവിടെ ഈ സർക്കാരിൽ പിണറായി വിജയൻ വിചാരിക്കാണ്ടേയും ആലോചിക്കാണ്ടേയും എന്തെങ്കിലും നടക്കുമോ? നിങ്ങളെന്ന് ചോദിച്ചു നോക്കൂ. ചെയ്യോ ആരെങ്കിലും? അങ്ങനെ ധൈര്യം ഉണ്ടോ ഈ സർക്കാരിൽ? ഇല്ല. അപ്പോ ഇതെല്ലാം പ്ലാൻഡ് ഒരു അറ്റംപ്റ്റ് ആണ്, പ്ലാൻഡ് കോൺസ്പിറസിയാണ്. അങ്ങനെയാണ് ഞങ്ങൾ കാണുന്നത്. ആരോടും ഏത് സാധാരണ മലയാളികൾ ചോദിച്ചാൽ അവരിങ്ങനെയാണ് പറയാൻ പോകുന്നത്. ഇതിന്റെ പിന്നിൽ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഉണ്ട്, അവർ സഹായിച്ചിട്ടുണ്ട്. ഈ ഒരു അഴിമതി രാഷ്ട്രീയം അതിന്റെ പിന്നിലുണ്ട്, ഒരു പൊളിറ്റിക്കൽ കറപ്ഷൻ ആണെന്നാണ് ഞങ്ങൾ ഇന്നും അവതരിപ്പിക്കുന്നതെന്ന് പറയുന്നത്. ഈ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം തന്നെ അറസ്റ്റിലായ സാഹചര്യത്തിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പൊക്കെ നിൽക്കുവാണല്ലോ, സ്വാഭാവികമായിട്ട് ചർച്ചാ വിഷയമാകും. CPMന്റെ പൊയ്മുഖല്ലേ അഴിഞ്ഞു വീഴുന്നത്? നോക്കൂ, അതല്ല ഞാൻ ഇത് അഴിമതി ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആണ്. നമ്മുടെ രാഷ്ട്രീയത്തിൽ ഇതൊരു പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആയിട്ട് ജനങ്ങൾ ഡിസ്കസ് ചെയ്യണം. ഞാൻ ആദ്യം മുതൽ പറയുന്നത്, ഈ ഇലക്ഷനിൽ വരാൻ പോകുന്ന അസംബ്ലി ഇലക്ഷനിൽ അഴിമതിനെ കുറിച്ചൊരു ഡിബേറ്റ് നടക്കണം. ഇത് അഴിമതി എന്ന് പറഞ്ഞാൽ ഒരു വിക്ടിംലെസ് ക്രൈം ഒന്നുമല്ല, ജനങ്ങളെ ബാധിക്കുന്ന ഒരു ഇഷ്യൂ ആണ്. ഇങ്ങനെ ഈ അമ്പലത്തിൽ നിന്ന് സ്വർണം കൊള്ള ചെയ്യാൻ ധൈര്യം ഉണ്ടെങ്കിൽ പിന്നെ എന്തെല്ലാം അവർ ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് തന്നെ മനസ്സിലാവാൻ ഒരു കഴിയില്ല. അപ്പോൾ അഴിമതി, ഈ രാഷ്ട്രീയ അഴിമതി നിർത്തണം. ഞങ്ങൾ പറയുന്നത് എന്താണ്, ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ ഞങ്ങളൊരു ഉറപ്പ്, ഞങ്ങൾ തരുന്ന ഒരു ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ അഴിമതി രഹിത ഭരണം. 11 കൊല്ലം നരേന്ദ്രമോദിജി കാണിച്ചു തന്നിട്ടുണ്ട്. അഴിമതി രഹിത ഭരണം ചെയ്യാൻ കഴിയും. ചെയ്യാൻ ആ കഴിവും താല്പര്യമുള്ള ഒരൊറ്റ പാർട്ടിയാണ് BJP NDA. ഒരു കാര്യമുണ്ട്, അതായത് ഒരു പ്രശ്നവുമില്ല. ഇത് ഇലക്ഷന്റെ സമയമാണ്. അങ്ങനെ നെഗോഷിയേഷൻ ഒരു നോർമൽ ഇഷ്യൂ ആണ്. നെഗോഷിയേഷൻ നടക്കും. എല്ലാ സീറ്റിലും ഞങ്ങൾ ഡിസ്കസ് ചെയ്യും. ഒറ്റക്കെട്ടായിട്ട് NDA മാറ്റം കൊണ്ടുവരും എന്ന് ഞാൻ ഉറപ്പു തരുന്നു. ഈ ശബരിമല ഇഷ്യൂല് കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണമാണെന്ന് പറയുന്നു. കേന്ദ്രം ഭരിക്കുന്നത് BJP ആണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഒരു കേന്ദ്ര അന്വേഷണത്തിന്? നോക്കൂ, ഇത് നിങ്ങൾ ചോദിക്കുമ്പോൾ ഇത് ഫെഡറൽ ഡെമോക്രസിയാണെന്ന് എല്ലാ ദിവസവും നമ്മളെ ശിവൻകുട്ടി സാറും മറ്റ് മന്ത്രികളെല്ലാം ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. അത് കറക്റ്റാണ്. പക്ഷേ നോക്കൂ, ആർട്ടിക്കിൾ 25 പറഞ്ഞിരിക്കുന്നത്, കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 25 പറഞ്ഞിരിക്കുന്നത് ദേവസ്വം ബോർഡും റിലിജനും കൺകറന്റ് സബ്ജക്റ്റാണ്. അപ്പോ ഇതുവരെ ഫെഡറൽ ഡെമോക്രസിയിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എടുത്തിരിക്കുന്നത്. ഇന്നലെ മിന്നാന്ന് നമ്മൾ ശബരിമലയിൽ കണ്ടല്ലോ എന്താണ് ഈ സർക്കാർ എന്ത് ചെയ്യുന്നു, വിശ്വാസികൾക്ക് എന്ത് ചെയ്യുന്നു. അവർക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ് ഒരു കാര്യം, ഈ സർക്കാരിന് വിശ്വാസികളും അമ്പലത്തിനെ കുറിച്ച് അവരെ സംരക്ഷിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, അവർക്ക് കഴിയുന്നില്ലെങ്കിൽ, അത് നരേന്ദ്രമോദിജി സർക്കാർക്ക് വിട്ടുകൊടുക്കുക. ഞാൻ തയ്യാറാണ് ആ മെസ്സേജ് എടുത്തിട്ട് ഡൽഹി പോവാൻ. നരേന്ദ്രമോദിജിന്റെ സർക്കാർ ഈ അമ്പലങ്ങളും ഈ വിശ്വാസികളുടെ പുണ്യസ്ഥലങ്ങളെല്ലാം സംരക്ഷിക്കട്ടെ. ഇവർക്ക് കഴിയുന്നില്ലല്ലോ. ഇവിടെ നടക്കുന്നത് കൊള്ള. പിന്നെ ഇന്നലെ മിഞ്ഞാന്ന് കണ്ട സ്ഥിതി കണ്ടില്ലേ ശബരിമലയിൽ? 15 മണിക്കൂർ വള്ളം കഴിക്കാനൊന്നും ഇല്ലാത്തൊരു സ്ഥിതിയാണ്. അപ്പോൾ ഒരു പ്ലാനിങ്ങും ഇല്ല. ഒരു കുറ്റകരമായ അനാസ്ഥ എന്ന് പറഞ്ഞ ഒരു സർക്കാർ. ഇങ്ങനെ ഇതുവരെ ഞാൻ എത്രയോ സർക്കാർ കണ്ടതാണ്, കോൺഗ്രസ് സർക്കാരും കണ്ടതാണ്. പക്ഷെ ഇങ്ങനത്തെ ഒരു സർക്കാർ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്.